കേരളത്തിൽ ഓണവും വിഷുവും പോലെയാണ് ഉത്തരേന്ത്യയിൽ ദുർഗാപൂജ. പ്രത്യേകിച്ച് കൊൽക്കത്തയിലും ഡൽഹിയിലും ദുർഗാദേവി മഹിഷാസുരനെ ജയിച്ച മഹോത്സവം ഉത്തരേന്ത്യക്കാർക്ക് വലിയ ആഘോഷമാണ്. ഡൽഹിയിലെ കാളിബാദിക്ക് നേർക്കൊരു കണ്ണാടി വെച്ചാൽ കൊൽക്കത്തയിലെ തെരുവ് തന്നെ. ഡൽഹി മലയാളിക്ക് ഓണം പോലെ ബംഗാളികൾക്ക് ദുർഗാപൂജയാണ് മഹോത്സവവും ഗൃഹാതുരത്വവും. और कोई बात नहीं है, बहुत ही बढ़िया फेस्टिवल. आप लोग आ जाइए, देख लीजिए एक बार. दक्षिण दिल्ली कालीबाड़ी यही है मेन, बहुत बड़ा उत्सव. इस टाइम जहाँ भी कलकत्ता बड़े बड़े पूजा पंडल में 25 लाख आदमी ऐसे दर्शन कर रहा है. കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് തൊഴിൽ തേടിയെത്തിയ തരൺകുമാറിന് പറയാൻ 50 വർഷത്തെ കഥകളുണ്ട്. 4 साल पहले का आदमी परिवर्तन बहुत कुछ हो गया, बहुत परिवर्तन है. हाँ, यहाँ परिवार है, यहाँ हमारा घर भर सब कुछ अपना ही बन गया. ബംഗാളികളുടെ മാത്രം ഉത്സവമല്ല ഡൽഹിയിൽ ദുർഗാപൂജ. I have come along with my family to this pandal, and as you can see around how is the atmosphere. It is fully charged up with people, so much people at around in evening at I think 2100 hours. So we are all very happy to come here. It's a very spiritual event over here, and it feels very joyful as it's a festivity of joyness, and you are full of joy. Event is full of celebration. We are celebrating as in it's a diverse India. So വലിയ പന്തലുകളിൽ തീർത്ത ദുർഗാ വിഗ്രഹവും കലാപരിപാടികളും. മീൻ പ്രിയരായ ബംഗാളികൾക്കായി ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ നോൺ വെജ് ചേർന്ന ഫുഡ് കോർട്ട്. വിശ്വാസത്തിൻ്റെ മാത്രമല്ല സന്തോഷവും കൂട്ടായ്മയും പങ്കിടാനുള്ള സമയം കൂടിയാണ് ദുർഗാപൂജ. ഡൽഹിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.